950 വർഷക്കാലം ദീനിന്റെ പ്രബോധനം നടത്തിയ പ്രവാചകനല്ലേ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ വഇന്നി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലൂ അസ്വാബിയഹും ഫീ ആദാനിഹിം വസ്തഗ്ശൗ സിയാബഹും വഅസറൂ വസ്തക്ബറു ഇസ്തിക്ബാറാ ثم إني دعوتهم جهارا ثم إني أعلنت لهم وأسررت لهم إسرارا. സൂറത്തു നൂഹിലൂടെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പടച്ച തമ്പുരാൻ നമുക്ക് വിശദമായി പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. രാവത്തില്ലാതെ പകലത്തില്ലാതെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും അല്ലാഹുവിന്റെ മഹത്വം ഈ ലോകത്തിലൂടെ പറഞ്ഞു പോയ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിനെ പറ്റി ഓർത്തു കഴിഞ്ഞാൽ അദ്ദേഹം പൊട്ടി പൊട്ടി കരയുമായിരുന്നല്ലോ, വാവിട്ട് നിലവിളിക്കുമായിരുന്നല്ലോ. ഒരിക്കൽ പടച്ച തമ്പുരാനെ പറ്റി ഓർത്തു പോയപ്പോ അതിന്റെ പേരിൽ 300 വർഷം അദ്ദേഹം ഈ ലോകത്ത് കരഞ്ഞു പോയത്. 300 വർഷം അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞു പോയത് ആരാ? ദാവൂദ് നബി അലൈഹിസ്സലാം. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ ശബ്ദ സൗന്ദര്യം നൽകി അനുഗ്രഹിച്ച പ്രവാചകനല്ലേ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം. നാളെ സ്വർഗ്ഗലോകത്ത് സത്യവിശ്വാസികളുടെ മുന്നിൽ സംഗീത കച്ചേരി നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകുന്ന ഒരു പ്രവാചകനുണ്ടെങ്കിൽ അത് ദാവൂദ് നബി അലൈഹിസ്സലാമല്ലേ. ആ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ പറ്റി ഓർത്തു കഴിഞ്ഞാൽ, അല്ലാഹുവിനെ പറ്റിയുള്ള ചിന്ത ഹൃദയത്തിന്റെ അകത്തലങ്ങളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പൊട്ടി പൊട്ടി കരയുമായിരുന്നല്ലോ. ആ കണ്ണുനീര് ഭൂമിയിലൂടെ വലിച്ച് അവിടെ നിന്ന് നെല്ലുകൾ മുളച്ചു പൊന്തിയെന്ന്, സത്യങ്ങൾ മുളച്ചു പൊന്തിയെന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ അവസ്ഥയായി പറയുന്നത് ആരാ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. പരിശുദ്ധമായ ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദർശത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിച്ച വത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചര്യയെ നിങ്ങൾ അനുധാവനം ചെയ്യണമെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിലേക്ക് അല്ലാഹുവിനെ പറ്റിയുള്ള ചിന്ത വന്നാൽ, അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മ വന്നാൽ അദ്ദേഹം വാവിന്റെ നിലവിളിക്കുന്ന ശബ്ദം 1 മൈൽ അകലത്തിൽ കേൾക്കാമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെയും സ്വഹാബാക്കളുടെയും അവസ്ഥയെ പറ്റിയായി പറയുന്നത് അല്ലാഹുവിനെ പറ്റിയുള്ള ഭയം അവിടെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിലുണ്ടായിരുന്നു. ഇത് സത്യവിശ്വാസിയുടെ ഒന്നാമത്തെ അടയാളമാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ